നമസ്കാരം. മുഖങ്ങളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മുഖങ്ങളിൽ ഒരു സമുദായത്തെ പിന്നെ ഒരുപക്ഷെ വിഘടിച്ച് നിന്നിരുന്ന ഒരു സമൂഹത്തിനെ ഒന്നിച്ചു ചേർക്കുവാനുള്ള ഒരു ഐക്യവേദി ഒരുക്കിക്കൊണ്ടാണ് വിശ്വകർമ്മ ഐക്യവേദി കടന്നു വരുന്നത്. അതിൻ്റെ സംസ്ഥാന രക്ഷാധികാരി ചെയർമാൻ ഇപ്പോൾ എന്നോടൊപ്പം ഡോക്ടർ ബി രാധാകൃഷ്ണൻ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇത് സൂചിപ്പിച്ച പോലെ വിഘടിച്ച് നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു, സമുദായമാണ് വിശ്വകർമ്മ എന്ന് പറയാൻ നേരെയല്ല. കാരണം കർമ്മങ്ങൾ കൊണ്ടാണ് ഒരുവന്റെ വർണ്ണം അറിയേണ്ടതെന്ന മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഈ കർമ്മങ്ങളിലൂടെ പലരെയും പലതരത്തിലേക്ക് വിഭജിച്ചു കഴിഞ്ഞു അല്ലേ. ഗോൾഡ് സ്മിത്ത് എന്നും ബ്ലാക്ക് സ്മിത്ത് എന്നും ആശാരി മുഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിശ്വകർമ്മജരുടെ ആ ഒരു വാല്യൂ ഒരിക്കലും തിരിച്ചറിയാത്തൊരു സമൂഹമായി പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നും വിശ്വകർമ്മജർ എന്നാണ് പറയുന്നത്. വിശ്വബ്രാഹ്മണർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ആദ്യത്തെ പൂൽധാരികളാണ് അല്ലേ. അപ്പം ഒരുപക്ഷെ നമ്മുടെ മിത്തുകളിൽ ദൈവം ഭൂമി ഉണ്ടാക്കി അതിനുശേഷം മനുഷ്യനുണ്ടാക്കി എന്നൊക്കെ പറയുമ്പം കർമ്മത്തിൽ നിരതരായി ഒരു പിന്നെ എന്താണ് വിശ്വകർമ്മരോളം ഉന്നത നിലയിലുള്ള ഒരു ജാതി ഉണ്ടാകേണ്ട കാര്യമില്ല. ഇത് ജാതി പറയുവാണെങ്കിൽ ശരിയല്ലേ. അപ്പൊ അത്രത്തോളം ശ്രേഷ്ഠമായ ഒരു സമൂഹമായിരുന്നു, സമുദായമായിരുന്നു വിശ്വകർമ്മ സമൂഹം. എന്താണ് വിശ്വകർമ്മക്ക് പറ്റിയ അവർക്ക്? വലുതായിട്ടൊന്നും പറ്റിയെന്നല്ല, സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളില് മറ്റ് സമുദായക്കാർ അങ്ങനെ ഉയർന്നു വന്ന സമയത്ത് അതോടൊപ്പം ഉയരാനായിട്ട് വിശ്വകർമ്മജർ സാധിച്ചില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഘടിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെയാണ് അതിൻ്റെ പ്രമുഖമായ കാരണം. തനിക്ക് സ്വന്തമായൊരു ജോലിയുണ്ട്, തൻ്റേതായിട്ടുള്ള ആ തൊഴിൽ ചെയ്ത് തങ്ങൾക്ക് അങ്ങേയറ്റം ജീവിക്കാൻ പറ്റും, സുഖമായി കഴിയാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതി കാരണം. അത് നല്ലൊരു ചിന്താഗതിയാണ്, പക്ഷേ അതിൽ കൂടുതൽ ദോഷത്തിലേക്ക് പോയി. കാരണം ഒരു കാരണവശാലും യോജിക്കില്ല. തൻ്റേതായിട്ടുള്ളൊരു അഹങ്കാരം എന്ന് വെച്ചാൽ ഞാനൊരു മോശമായ സെൻസിൽ പറഞ്ഞല്ല. എനിക്ക് സ്വന്തമായ ഒരു തൊഴിലുണ്ട്, ആ തൊഴിൽ ഞാൻ ചെയ്ത് ഞാൻ പണം ഉണ്ടാക്കും, ഞാൻ ജീവിക്കും, എനിക്കെന്തിനാണ് സംഘടന, എനിക്കെന്തിനും ഒരുമിക്കണം എന്നുള്ളൊരു ചിന്താഗതി. അങ്ങനെ പല പല വിഭാഗങ്ങൾ ഒരുമിച്ച് വന്നാണ് ഒരിക്കലും ഒരുമിച്ച് ചേരാത്ത ഒരവസ്ഥയിലേക്ക് വന്നെത്തിച്ചത്. ഇന്ന് കേരളത്തിലെ വിശ്വകർമ്മജരുടെ കാര്യം നോക്കുകയാണെങ്കിൽ വിശ്വകർമ്മയ്ക്ക് ധാരാളം സംഘടനകളുണ്ട്. AKVMS, VSS, അതുപോലെ തന്നെ പ്രവാസി വിശ്വകർമ്മ ഐക്യവേദി, KVS, കേരള വിശ്വകർമ്മ സഭ, അഖില കേരള വിശ്വകർമ്മ മഹാസഭ, പ്രവാസി വിശ്വകർമ്മ സഭ, VSVS, KSVS, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ധാരാളം സംഘടനകൾ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന സംഘടനകളെല്ലാം ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ നമുക്ക് രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലെല്ലാം വലിയൊരു വിഭാഗമായി മാറാമായിരുന്നു. അത് പക്ഷേ നടന്നില്ല. അതിനൊരു അപവാദമാണ് ഈ ഐക്യവേദി. അതുകൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലും ഒരുമിപ്പിച്ചു കൊണ്ടുവരിക, ഒന്നാക്കുക എന്നതിൻ്റെ ശ്രമങ്ങൾ വർഷങ്ങളായിട്ട് നമ്മൾ നടത്തുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കാരണവശാലും തങ്ങളുടെ സ്ഥാനം വിട്ടുകൊടുത്തുള്ള പരിപാടി ഇല്ല എന്ന് വന്നപ്പോൾ, എന്നാൽ എല്ലാ പേരെയും കൂടെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് രാഷ്ട്രീയപരമായിട്ടും മറ്റു കാര്യങ്ങളിലും സർക്കാരിനെയും മറ്റും സമീപിച്ച് നമ്മുടെ കാര്യങ്ങൾ നേടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിശ്വകർമ്മ ഐക്യവേദി അങ്ങനെ രൂപവൽകൃതമായത്. വിശ്വകർമ്മ ഐക്യവേദി എന്ന് പറഞ്ഞ് നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ 2020 ഈ പറയുന്ന ഇന്നത്തെ ഈ വിശ്വകർമ്മ ഐക്യവേദി ഫോം ചെയ്തത്. ഈ കഴിഞ്ഞ വർഷം വളരെ സുപ്രധാനമായ ഒരു നയപരമായിട്ടുള്ള സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. വിശ്വകർമ്മ സമൂഹത്തിന് ഒരു വലിയ പ്രാധാന്യം നൽകി അല്ലേ അവർ പ്ലേസ് ചെയ്തു. ആ ഒരു അതിനെക്കുറിച്ച് പറയാം. ഉദ്ദേശിക്കുന്ന PM വിശ്വകർമ്മ യോജന ആയിരിക്കും. PM വിശ്വകർമ്മ യോജന, പ്രൈം മിനിസ്റ്റേഴ്സ് വിശ്വകർമ്മ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. വിശ്വകർമാവ് എന്നുള്ള വിശ്വകർമ്മജരുടെ ആ ദൈവസങ്കല്പത്തെ ആ ഒരു പേരിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എങ്കിൽ പോലും പൂർണ്ണമായിട്ടും വിശ്വകർമ്മജൻ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചിരിക്കുന്നതല്ല. കരകൗശല വിദ്യയുള്ള പരമ്പരാഗത തൊഴിലുള്ള എല്ലാ തൊഴിലാളികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 18 വിഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സത്യത്തിൽ അത് ചെയ്തിരിക്കുന്നത്. എന്നാൽ വിശ്വകർമ്മജനിലെ എല്ലാ പേരും ഉണ്ട്. ആക്ച്വലി വിശ്വകർമ്മജൻ എന്നുള്ള പേരിന് അർത്ഥം അത് തന്നെയാണ്. അത് തന്നെയാണ് എല്ലാം ചേർന്ന് കരകൗശലവും മറ്റുമൊക്കെ ഉൾക്കൊള്ളുന്നത് തന്നെയാണ് വിശ്വകർമ്മജൻ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്തത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ വിശ്വകർമ്മജർക്ക് വലിയൊരു കാര്യമായി. വിശ്വകർമ്മജനിൽ നിന്ന് ഇപ്പൊ സത്യം പറയുമ്പോൾ രാഷ്ട്രീയം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ BJPയുടെ ഈ രീതിയിലുള്ള കൂടുതൽ വോട്ട് കിട്ടിയതിൽ ഒരു ഘടകം വിശ്വകർമ്മജർ വലിയൊരു വിഭാഗം ഇവർക്ക് വേണ്ടി നിന്നു എന്നുള്ളതാണ്. പിന്നെ വ്യക്തിപരമായി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പം പൂർണ്ണമായിട്ടും വിശ്വകർമ്മജർക്ക് വേണ്ടിയുള്ളതല്ല, അതൊരു സത്യമാണ്. എങ്കിൽ പോലും വിശ്വകർമ്മജർക്ക് വേണ്ടി ഇങ്ങനെ സംഭവം ചെയ്തു എന്നുള്ളത് കൊണ്ട് എല്ലാവിധമായ സപ്പോർട്ടും എല്ലാ രംഗങ്ങളിലും വിശ്വകർമ്മജർ ചെയ്തു. അത് ഇത്തവണത്തെ ഇലക്ഷനിൽ വലിയൊരു ഘടകമായി. അത് ഇതിലെ BJPയുടെ നേതാക്കൾ പോലും സമ്മതിക്കുന്ന ഒരു സത്യം കാര്യമാണ്. ഇവിടെ ഇപ്പം ഈ വിശ്വകർമ്മനെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം, സ്വന്തം പിതാവ് ചെയ്തിരുന്ന കുലത്തൊഴിൽ അത് മക്കൾ ഫോളോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്.
അപ്പൊ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് ഉന്നത നിലകളിൽ വിരാജിക്കുന്ന ഒരുപാട് വിശ്വകർമ്മജരുണ്ട് അല്ലേ? ഉണ്ട്. കുലത്തൊഴിലുകളൊക്കെ മാറ്റി പിന്നെ ചിലപ്പം ഈ പറഞ്ഞ എൻട്രൻസ് കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് അത് IAS IRS ഒക്കെ എടുത്തിട്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു മാറ്റം നമ്മുടെ യുവജനതയ്ക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ടോയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കുറച്ചധികം പേർ പഴയ തൊഴിലുകളും മറ്റും ചെയ്തുകൊണ്ട് നിൽക്കുന്നു. പക്ഷേ ഇന്ന് പലരും മനസ്സിലാക്കി കഴിഞ്ഞു, പാരമ്പര്യ തൊഴിലുകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെയല്ല, വിശ്വകർമ്മ ചെയ്തിരുന്ന പല പണിയും ഇന്ന് മറ്റു പലരുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗോൾഡ് സ്മിത്ത് ആയിട്ട് നോക്കാം, നമ്മുടെ സ്വർണ്ണ തൊഴിലാളികൾ, അവരുടെ ജോലി പലരും നഷ്ടപ്പെട്ടു യന്ത്രവൽകൃതമായ സമയത്ത്. അതുപോലെ ആശാരിപ്പണി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളവും എന്നുവെച്ചാൽ കാർപ്പൻറ്റേഴ്സിനും വലിയ പ്രശ്നമായിട്ടിരിക്കുന്നു. പിന്നെ ഇന്നത്തെ കാർപ്പൻറ്റേഴ്സ് പലരും പുതിയ മെഷീനറിയും മറ്റുമൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് പഠിച്ചു, അവരാ സാധനം വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്, കുറേ നടക്കുന്നു. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു വിഭാഗം ഇതിൽ നിന്ന് വിട്ടുമാറി പഠനരംഗത്ത് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ എൻട്രൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ടാൻഡം എന്ന് പറയുന്ന ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൾ നടത്തുന്ന ആളാണ്. അപ്പോൾ കാരണം വെച്ചാൽ വിദ്യാഭ്യാസ രംഗത്ത് എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു, ഭാസ്കരൻ ശാസ്ത്രികൾ. അപ്പോൾ അച്ഛൻ്റെയൊക്കെ പാരമ്പര്യം എന്ന് വെച്ചാൽ ഇതുപോലെ പഠനം അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മരിച്ചുപോയി, അദ്ദേഹം അധ്യാപകനായിരുന്നു. സമുദായങ്ങളിൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവുണ്ടായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നു. ഇന്നും പ്രധാനമായിട്ട് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സമുദായം രക്ഷപ്പെടുള്ളൂ എന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന പലതും ചെയ്യുന്നുണ്ട്. പക്ഷേ സർക്കാരിൽ നിന്ന് അതിനുള്ള ശരിയായ പിന്തുണ കിട്ടുന്നു. പക്ഷേ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ പലപ്പോഴും ഈ വിശ്വകർമ്മ സമൂഹത്തിനെ നോക്കിക്കണ്ട ഒരാളാണ് ആസ് എ ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ. ഇവിടെ ഞാൻ പലപ്പോഴും നോക്കിക്കണ്ടത്, ഉന്നത നിലയങ്ങളിൽ വിരാജിക്കുന്ന പലരും, ഒരുപക്ഷെ ജഡ്ജിമാരുണ്ടാകാം, കളക്ടർമാരുണ്ടാകാം, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും സ്വസമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? അല്ല, എല്ലാവരും അങ്ങനെയുള്ളവരുണ്ട്. കാരണം ഈ മുൻനിരയിലേക്ക് സമൂഹത്തിന്റെ ലൈംലൈറ്റിലെത്തി അവരൊക്കെ ഒന്ന് നേതൃത്വം നൽകിയാൽ സമുദായത്തിന് രക്ഷപ്പെടും എന്നുള്ളതുണ്ട്. ഈ ഗവൺമെന്റ് ജോലിയിലും മറ്റും വന്നിരിക്കുന്ന വളരെയധികം പേര് തങ്ങൾ വിശ്വകർമ്മയാണെന്ന് പറയുന്ന പോലുമില്ല. അസത്യമാണ്. എന്നാൽ താൻ വിശ്വകർമ്മജനാണെന്ന് അഭിമാന പുരസ്സരം പറയുന്ന ഈ രംഗത്തുള്ള പലരും ഉണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സോമരാജൻ IPS, അപ്പം അദ്ദേഹം തിരുവനന്തപുരത്തുള്ളതാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് റിട്ടയർ ചെയ്തിരുന്നു. പക്ഷേ സർവീസിലുള്ള സമയത്ത് പോലും വിശ്വകർമ്മജർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന പലതും ചെയ്ത് അദ്ദേഹം ആ രംഗത്ത് വരുന്നുണ്ട്. കൂടുതൽ പറയട്ടെ, നമ്മളിപ്പോൾ എറണാകുളത്താണ് സംസാരിക്കുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുള്ള ഇപ്പോഴത്തെ രജിസ്ട്രാർ എന്ന് പറയുന്നത് ശിവാനന്ദൻ ആചാരി, എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ ബോർഡ് തന്നെ വെച്ചേക്കാൻ ശിവാനന്ദൻ ആചാരി എന്നാണ്. ആരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയും, കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഗവർണർ വന്ന സമയത്ത് ഇദ്ദേഹം ചെന്നുകൊണ്ട് ശിവാനന്ദൻ ആചാരി എന്ന് പറഞ്ഞാണ്. അപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, ആ രീതിയിൽ ഉന്നത നിലയിലെത്തിയ പലരും ഞാൻ വിശ്വകർമ്മജനാണെന്ന് ഉറക്കെ പറയുമായിരുന്നു. ഇപ്പൊ സിനിമാ രംഗത്ത് തന്നെ നോക്കുക, ജഗദീഷ് കുമാർ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ വിശ്വകർമ്മജനാണ്. പക്ഷേ സിനിമാ രംഗത്തുള്ള പലരും വിശ്വകർമ്മജനുണ്ട്. പക്ഷെ അവരൊന്നും പുറത്ത് പറയുന്നില്ല. അത് ഓരോരുത്തരുടെ രീതിയാണ്. എന്തായാലും ശരി, വിദ്യാഭ്യാസ രംഗത്തുള്ള കഴിവുള്ള പലരും ഇപ്പോൾ തങ്ങൾ വിശ്വകർമ്മജനാണെന്ന് പറയുന്നുണ്ട്. ഇടയ്ക്കൊരു കാലഘട്ടത്തിൽ അങ്ങനെ പറയാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താണ് ഈ നമ്മുടെ വിശ്വകർമ്മ ഐക്യവേദി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഐക്യവേദി കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിശ്വകർമ്മ സംഘടനകൾ കുറച്ച് കൂടുതലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, വിശ്വകർമ്മജരിൽ 5 വിഭാഗമാണ്. മനു, മയ, തൊഷ്ട, ശില്പി, വിശ്വജ്ഞ എന്ന് പറയുന്ന സമയത്ത് ഈ 5 വിഭാഗമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ആശാരി എന്ന് പറയുന്ന ആശാരിപ്പണി ചെയ്യുന്നവർ, അത് ആചാരി, അത് കാർപ്പൻ്റർ എന്നുള്ള വിഭാഗം. രണ്ടാമത്തെ വിഭാഗം സ്വർണ്ണപ്പണി ചെയ്യുന്നവരുണ്ട്, അത് തട്ടാൻ എന്നുള്ള സമുദായം വരും. ഇത് മൂന്നാമത്തെ വേറൊരു വിഭാഗമാണ് ഇത് കൽപ്പണി ചെയ്യുന്നവർ, കല്ലാശേരി. ഇനിയൊരു വിഭാഗമാണ് ഇത് കളിമണ്ണിലും മറ്റുമൊക്കെ ചെയ്യുന്നത്, അതെല്ലാം ഇതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ശില്പി എന്നുള്ള ആ ഒരു കാറ്റഗറി. ഇനി ഈ ഇരുമ്പ് പണി ചെയ്യുന്നവര്, കരുവാൻ എന്ന് ചിലടത്ത് പറയും, കൊല്ലൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് 5 വിഭാഗം. അപ്പൊ ഈ 5 വിഭാഗങ്ങളായിട്ട് പിന്നെ മൂശാരിയുണ്ട്. അപ്പോൾ മൂശാരി എന്ന് പറയുന്ന സമയത്ത് ബ്രോൺസ് സ്മിത്ത്, ചെമ്പിലും മറ്റൊക്കെ ഉണ്ടാക്കുന്ന മാന്നാറൊക്കെ വളരെ കൂടുതലുണ്ട്. അപ്പോൾ ബ്രോൺസ് സ്മിത്ത് എന്ന് പറയുന്ന മൂശാരി, ആശാരി എന്ന് പറയുന്ന ഈ കാർപ്പൻ്റർ വർക്ക് ചെയ്യുന്നവർ, അത് സ്വർണ്ണപ്പണി ചെയ്യുന്ന തട്ടാൻ എന്നുള്ള വിഭാഗം, കല്ലിൽ പണി ചെയ്യുന്ന ശില്പി, അതുകൂടാതെ ഈ ഇതുണ്ടല്ലോ ഇരുമ്പിൽ പണി ചെയ്യുന്ന കരുവാൻ എന്ന് പറയുന്ന കൊല്ലം. ഈ 5 വിഭാഗമാണ് പ്രധാനമായിട്ടുള്ളത്. ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഈ 5 വിഭാഗങ്ങൾ 5ആയിട്ടിരിക്കുന്നുണ്ട്. ഇവര് പോലും ഒരുമിച്ച് വരാൻ പലപ്പോഴും മടിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഒരു പരസ്പരം വിവാഹം പോലും ചെയ്തിരുന്നു. ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വന്നു. പണ്ട് കാലങ്ങളിൽ ആശാരിയെ കിട്ടുമെന്നുള്ള രീതി ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വിവരം വെച്ച് വന്നപ്പോൾ കുറച്ച് നല്ല രീതിയിലേക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സംഘടനകളുണ്ടായി.
പല ഇപ്പൊ ആശാരി സഭ, മൂശാരി സഭ എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാം കൂടെയൊക്കെ യോജിച്ച് വരികയാണ്. പിന്നെ സംഘടനകൾ യോജിച്ച് ഒന്നാവുക എന്ന് പറയുമ്പോൾ നേതൃസ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളത് പറ്റും അനുവദിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു സമ്പ്രദായം കൊണ്ടുവന്നത്. നേരത്തെ ചോദിച്ചതുപോലെ വിശ്വകർമ്മ ഐക്യവേദി എന്ന് പറയുമ്പോൾ വിശ്വകർമ്മ സംഘടനകളുടെ കൂട്ടായ്മ, അതിന് നേതൃത്വം കൊടുത്ത് ഒരു കാര്യം വരുന്ന സമയത്ത് ഐക്യവേദിയുടെ രീതിയിൽ മുന്നോട്ട് പോവുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഈ പലപ്പോഴും നമ്മുടെ വിശ്വകർമ്മരുടെ ഇടയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ ഒരു തമിഴ് വംശജരുടെ ഒരു വിഭാഗങ്ങളുണ്ട്. ശരിക്കും വിശ്വകർമ്മയുടെ ഉറവിടം എവിടുന്നാണ്? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് വിശ്വകർമ്മ എന്നുള്ളൊരു വിഭാഗം തന്നെയുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് തിരുവനന്തപുരത്ത് വളരെ കൂടുതലാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന TVS തമിഴ് വിശ്വകർമ്മ സംഘമുണ്ട്. അതും നമ്മളുമായിട്ട് യോജിച്ച് നിൽക്കുന്നവരാണ്. എന്നുവെച്ചാൽ തമിഴ് വിശ്വകർമ്മ ചക്രം മറ്റൊരു വിഭാഗം. അപ്പോൾ ഈ വിശ്വകർമ്മ സമുദായത്തിനുള്ള പ്രശ്നം വെച്ചാൽ ഇന്ത്യ മുഴുവനും വിശ്വകർമ്മ ഏറ്റവും വലിയ ലോകം മുഴുവൻ ഉണ്ടെങ്കിലും ജാതീയമായി നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജാതിയാണ്. 15 കോടിയോളം ജനങ്ങളുണ്ടെന്നുള്ളതാണ്. പക്ഷെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ രീതിയിലാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പിന്നോക്ക വിഭാഗമായിട്ട് OBC ആണ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. എന്നാൽ മറ്റ് പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഫോർവേഡ് കാസ്റ്റ്. അപ്പോൾ എന്തായാലും ആകപ്പാടെ നോക്കുന്ന സമയത്ത് ഒരു വലിയ ജാതിയാണ്. ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒരു വലിയ ഗ്രൂപ്പാണ് ഈ പറയുന്നത്. സാധ്യതയുണ്ട്, തീർച്ചയായും. അപ്പൊ ഇവിടെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ കേരളത്തിൽ തന്നെ വിവിധ പോക്കറ്റുകളിലായിട്ട് ജീവിക്കുന്ന വിഭാഗങ്ങളിൽ ഇപ്പൊ ആറന്മുള കണ്ണാടി അല്ലേ, പുറത്തുനിന്ന് വന്നവരാണ് അവിടെ രാജാവ് കൊണ്ടുവന്ന് ആറന്മുള കണ്ണാടി നമ്മുടെ അവിടെ പേരെടുത്ത പലരും ഉണ്ട്. അവരുടെ കുടുംബക്കാർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴും ആറന്മുള ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുണ്ട്. അതിന്റെ പാറ്റിനെടുത്ത ആറന്മുള മുരുകൻ ഏറ്റവും പറ്റിയ ആളാണ്. അപ്പൊ അതുപോലെ പലരും ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്നു. അത് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നതല്ല, ഇത് മെറ്റലാണ്, കണ്ണാടിയാക്കി എടുക്കുന്നതാണ്. വലിയ രീതിയിൽ ഒരു എന്താ പറയുന്നത് വൈഭവം തന്നെയാണ് അല്ലേ. ഏത് ഇപ്പൊ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ വിഭാഗത്തിനിടയിലുള്ള ഏത് വിഭാഗം എടുത്താലും അതിനകത്തുള്ള സർഗ്ഗവൈഭവം നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സ്കിൽഡ് ലേബറിനെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇപ്പോൾ. സ്കിൽഡ് ലേബേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് NDSC എന്ന് പറഞ്ഞൊരു കോർപ്പറേഷൻ ഉണ്ടായി. അപ്പം എന്തായാലും ഒരുപാട് സാധ്യതകൾ ഇനിയും ഉണ്ടെന്നാണ് ഞാൻ തന്നെയല്ല. കേന്ദ്ര സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ടുള്ള ഒരു മന്ത്രാലയം തന്നെ തീർച്ചയായിട്ടും അത് ഇനിയും ഉണ്ടാവണം, അത് ശരിയായ രീതിയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. നമ്മൾ അതിന് കേന്ദ്ര സർക്കാർ പലപ്പോഴും ഞങ്ങൾക്കൊരു സജഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്കിൽഡ് ലേബറിന് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ കൂലിപ്പണിക്കാരന്റെ തൊഴിലിന്റെ മാന്യത പോലും ഇന്നില്ല. അപ്പം അതിന് പകരം സർക്കാർ ഇപ്പം അയാൾ ഉണ്ടാക്കുന്ന ആ ശില്പം അതിനെന്ത് വേണ്ടി സമയം എടുത്താണ് അത് ചെയ്യുന്നത്. എൻ്റെ സഹോദരൻ കരിക്കകം ത്രിവിക്രമൻ, അദ്ദേഹം 2 പ്രാവശ്യം സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. കഥകളി ശില്പങ്ങൾ നിർമ്മിക്കുന്നു, ഒരു ഫുൾ സൈസിൽ ഒരാളുടെ കഥകളി ശില്പങ്ങൾ. ഈ അടുത്ത കാലത്തും നമ്മുടെ മിനിസ്ട്രി തടിയിൽ ഉണ്ടാക്കിയിട്ട് യഥാർത്ഥ ഡ്രസ് ചെയ്യും. ഈ അടുത്ത കാലത്തും സജി ചെറിയാൻ അദ്ദേഹത്തിന്റെ പണിശാലയിൽ വന്നതെല്ലാം കണ്ടു മനസ്സിലാക്കി. ഇപ്പം അതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും അദ്ദേഹം കരിക്കകത്ത് വിക്രമൻ അടക്കമുള്ള സമൂഹം ഇത്രയും സ്കിൽഡ് ആയിട്ടുള്ള സാങ്കേതിക പരിജ്ഞാനമുള്ളവർ അത്തരം ശില്പങ്ങൾ സ്വയം ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ പാടുപെടുകയാണ്. സാംസ്കാരിക വകുപ്പിനെ നേരിട്ടെടുക്കാം, അവർക്കൊരു ഇത് കൊടുക്കാം, ഗ്രാന്റ് കൊടുക്കാം അല്ലേ. വിവിധ രാജ്യങ്ങളിൽ ഇത്തരം സ്കിൽഡ് ലേബേഴ്സിനെ ഡോക്ടറേറ്റ് നൽകി ആദരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. തീർച്ചയായിട്ടും ഇനിയിപ്പോ ഒരു തലമുറയോടൊപ്പം തന്നെ വൈഭവമുള്ള ശേഷിയുള്ള ആ വിദ്യകൾ മാഞ്ഞു പോകും. ഇപ്പൊ പറഞ്ഞ ആറന്മുള കണ്ണാടി ഇതൊക്കെ എവിടെ പഠിപ്പിക്കുന്നു? അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓണബില്ല് സമർപ്പിക്കുന്ന ബിൻകുമാർ നമ്മുടെ സംഘടനയായിട്ടൊക്കെ സഹകരിക്കുന്ന ആളാണ്. അവർക്ക് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവർ നമ്മളോടുകൂടി എല്ലാ സമയത്തും ഉണ്ട്. ബിൻകുമാർ ഓണബില്ല് ഈ സമൂഹത്തിന് സ്വത്താക്കി ഗവൺമെന്റ് കരുതുന്നവരെ അപ്പൊ അത് ആർക്കൈവ് ചെയ്യാനുള്ള സംവിധാനമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു കോർപ്പറേഷൻ തന്നെ അതിനുവേണ്ടി ഉണ്ടെങ്കിലും ശരിയല്ലേ? അത് തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം. ഈ കരകൗശല വസ്തുക്കൾ ഉത്പാദിപ്പിച്ചിട്ട് സ്വന്തം കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് കഷ്ടപ്പെട്ട് വിറ്റിട്ട് പശി ഇറക്കേണ്ട ഒരു അവസ്ഥയാണ് പിന്നീട്. അതിന് പകരം അവർക്ക് അർഹമായിട്ടുള്ള ഒരു സ്ഥാനവും നൽകി സർക്കാർ ഏറ്റെടുത്ത് വിവിധ രാജ്യങ്ങളിലെ കയറ്റി അയക്കാം. ഒരുപാട് നല്ലൊരു മാനുഷിക വിഭവശേഷിയാണ് ഈ സമുദായം. അതെ, ആ സമുദായത്തിന് ശരിയായ രീതിയിലുള്ള അംഗീകാരം കൊടുക്കുന്നില്ല. അത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഉയർച്ച ഉണ്ടാവാനായിട്ട് പല പല രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ LDF ആയാലും UDF ആയാലും BJP ആയാലും ശരി, നമ്മൾക്കൊരു വലിയ പ്രാധാന്യം തരത്തക്ക രീതിയിൽ
വരാത്തതിന് പ്രധാനപ്പെട്ട കാരണം ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞ ഒരു വിഘടിക്കുന്ന രീതി, അതിന് മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു അംഗബലമുള്ള ഒരു സമുദായമാണ്. തീർച്ചയായിട്ടും. ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, അങ്ങ് ഈ പറഞ്ഞതുപോലെ ടാൻഡം പോലെയുള്ള ഒരു വലിയ മേഖലയിലേക്ക് കുട്ടികളെ കൈപിടിച്ച് ഉയർത്തുന്ന എൻട്രൻസ് കോച്ചിങ് ഒക്കെ നമ്മുടെ സമൂഹത്തിന് അത് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്? അല്ല, ഞാൻ വ്യക്തിപരമായിട്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഫീ കൺസെഷനും 50% ഫീസ് കുറച്ചും പൂർണ്ണമായിട്ടും ഫീസ് ഒഴിവാക്കിയും കുറച്ച് കുട്ടികൾ ചെയ്യുന്നുണ്ട്. എന്ന് വിചാരിച്ച് എല്ലാ പേരെയും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ പറ്റുന്നിടത്തോളം നമുക്കറിയാവുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കമായിട്ടുള്ള വിശ്വകർമ്മ എല്ലാ പേർക്കും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കണ്ടുപിടിച്ചവരെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ സമുദായങ്ങൾക്കും ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. വിശ്വകർമ്മ സഭയ്ക്കോ അല്ലെങ്കിൽ ഐക്യവേദിക്കോ എന്തെങ്കിലും ഒരു സംഘടന? വിശ്വകർമ്മ സമുദായത്തെ സംബന്ധിച്ച് ആകപ്പാടെ വിശ്വകർമ്മ പറയാൻ്റെ വഴിപാടി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു UP സ്കൂളാണ് ആകെ രാത്രിയുള്ളത്. സ്കൂൾ കോളേജ് വേണം, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സ്കൂളോ ഹയർ സെക്കൻഡറിയോ മറ്റോ ഒക്കെ വേണമെന്ന് പറഞ്ഞ ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ ഈ ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് സർക്കാരും മുതലെടുക്കാണ് വിശ്വകർമ്മ ചെറുക്കാറ്റ് അനുവദിക്കുന്നത്. തീർച്ചയായിട്ടും സമയപരിമിതി ഉണ്ട്. അങ്ങേക്കും ട്രെയിനിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ വളരെ വേഗത്തിൽ നിർത്തുകയാണ്. കാരണം മലനാട് ജില്ലയുടെ ഒരു സജഷനാണ്, ഇത്തരം അധിക വൈഭവശേഷിയുള്ളൊരു സമൂഹം, ആ സമൂഹത്തിന്റെ വിഭവശേഷിയെ സർക്കാരോ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ മിനിസ്ട്രിയൊക്കെ അവരൊന്നും വെയിറ്റ് ചെയ്യണ്ട. സമുദായം ഒന്നടങ്കം ഒന്നിച്ചു നിന്നുകൊണ്ട്, ഞാൻ പറഞ്ഞത് വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും നമ്മുടെ ഇടയിലുള്ളവരുടെ വൈഭവശേഷിയെ അക്കാഡമിക്കലാക്കി മാറ്റിക്കൊണ്ട് എല്ലാ മേഖലയുണ്ട്. ഈ 5 മേഖലയുള്ളവരുടെ വൈഭവശേഷിക്ക് ഇനി പഠിക്കാനോ ഒരു ആർക്കൈവ് ഉണ്ടാകണം, അല്ലെ? ഒരു ഇതുണ്ടാകണം, ഒരു സിലബസ് ഉണ്ടാകണം. ആ സിലബസ് ഉണ്ടാക്കി അതിൽ കഴിവുള്ളവരെ കണ്ടെത്തി അടുത്ത തലമുറയിലേക്ക് താല്പര്യമുള്ളവരെ പരിശീലിപ്പിക്കാനും അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിലേക്ക് എത്തിക്കാനും ഉള്ളൊരു ശ്രമം സംഘടന തന്നെ നടത്തണമെന്ന് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അതേ നടക്കൂല, സർക്കാർ പെട്ടെന്നൊന്നും ചെയ്യില്ല. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾ നടത്തുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു സജഷനാണ്. അതിനുവേണ്ടി ഞങ്ങൾ തീർച്ചയായിട്ടും ഓക്കെ. എന്തായാലും വിശ്വകർമ്മജരുടെ ഒരു ഏറ്റവും വലിയൊരു അഭിമാന ക്ഷതം എന്ന് പറയുന്നത്, താങ്കൾ ദൈവങ്ങളെ ഉണ്ടാക്കിയിട്ട് ഏറ്റവും അവസരം പുറത്തുനിന്ന് തൊഴേണ്ടി വരുന്നൊരു സാഹചര്യമാണ്, അല്ലേ? ആദ്യം ശ്രീകോവിലിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവം ആരാണ്? എല്ലാ വിശ്വകർമ്മനുമാണ്. അവന്റെ മനസ്സിലെ തീയാണ് ആ ദൈവമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പം എത്രത്തോളം വ്യാപ്തിയുള്ള ഒരാളാണ് തന്നിലുള്ളതെന്ന് തിരിച്ചറിയാത്ത സമുദായ അംഗങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു നിന്നാലേ ഈ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അതിനുള്ള തുടക്കമാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ നവോത്ഥാനം വിശ്വകർമ്മ സഭയുടെയും സമൂഹത്തിന്റെയും കാര്യത്തിൽ കേരളത്തിൽ നിന്ന് ഉണ്ടാകട്ടെന്ന് ആശംസിക്കുന്നു. ഓക്കെ താങ്ക് യു. You are watching India's first NGO television, Malanadu TV India.